നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് കാപ്പിടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ പറമ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ കൊച്ചും കൂടെ വരാറുണ്ട്. ആൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജാതിക്ക് എപ്പോൾ പറിക്കാൻ പോയാലും അവനുള്ള ദിവസമെല്ലാം ഈ കുഞ്ഞു ബക്കറ്റായിട്ട് ആശാൻ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവന് ഇറങ്ങി വരുന്ന വഴിയൊന്നും കണ്ട് ആരും പേടിക്കണ്ട, ഇവനത് ശീലമാണ്. അവനിതിൽ സ്ഥിരം നടക്കുന്ന ഒരു വഴിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് കയ്യെത്തുന്ന ജാതിക്കൊക്കെ അവനാണ് കേട്ടോ പറിക്കുന്നത്. അവനിങ്ങനെ എടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറിച്ചോളൂ. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുഞ്ഞുങ്ങളും ഇതൊക്കെ പറിച്ച് ജാതിക്കാന്നും തൊണ്ടാന്നും ഒക്കെ ആളങ്ങനെ അറിഞ്ഞു വളരുന്നതല്ലേ എപ്പോഴും നല്ലത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിച്ചു നോക്കും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ട് കടിച്ചതാണ്, പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആശാനൊരു ഡയലോഗ്, ആ ഒരു സ്വാഗതം പറച്ചിൽ ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ സൗണ്ട് ഇത്തിരി കുറഞ്ഞു പോയതുള്ളൂ. മാക്സിമം വോളിയത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജാതിക്കയൊക്കെ പറിച്ചു. കുറച്ചേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഉള്ളതൊക്കെ പൊട്ടിയതൊക്കെ പറിച്ചു. വീഡിയോ എടുക്കാനൊക്കെ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവനെയും പ്രോത്സാഹിപ്പിക്കുക, അത് നമ്മുടെ ഒരു കടമയും കൂടെ അല്ലേ. അപ്പോൾ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ആശാന്തി പാത്രയും കായൊക്കെ ആയിട്ട് ബക്കറ്റിൽ കൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഇട്ടോളൂ കേട്ടോ. ഇതെല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് അമ്മച്ചിയുടെ കൊണ്ട് കൊടുക്കും. മമ്മി ഇതെല്ലാം കൂടെ പൊളിച്ച് എടുത്ത് അങ്ങനെയായിട്ട് ഉണങ്ങാൻ വെക്കാറുള്ളത്. പിന്നെ നമുക്ക് കൊക്കോക്കെ പറിക്കാനുണ്ടായിരുന്നു. കൊക്കോയൊക്കെ പറിച്ചു. അപ്പോൾ അവൻ്റെ ബക്കറ്റിൽ കൊള്ളില്ല എന്നുള്ള പരാതി ആ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും എൻ്റെ കെട്ടിയവരും കൂടെ നട്ടിട്ടുള്ളൊരു വാഴയുണ്ടായിരുന്നു. ഞങ്ങൾ നട്ട വാഴയിൽ വലിയൊരു വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിന്ന് വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവൻ ഓടിയിട്ടുണ്ട് കേട്ടോ. മരം വെട്ടാൻ ഞാൻ പോകുമെന്നും പറഞ്ഞ് അവൻ അതിൻ്റെ ഇടയ്ക്ക് അവൻ പാഞ്ഞു പോയിട്ടുണ്ട് മമ്മീൻ്റെ അടുത്തേക്ക്. അപ്പോൾ വാഴ വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. അത്യാവശ്യം വലിയ വാഴയാണ്. അപ്പം നന്നായിട്ട് കൊലയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് വാവൽ വണ്ണാനൊക്കെ കൊണ്ടുപോയി തുടങ്ങിയോ എന്ന് സംശയമുണ്ട്. അപ്പം ഞാൻ ചാടി പിടിച്ച് നമ്മുടെ വാഴക്കൊല ഇങ്ങ് ചാടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ വന്ന് ഇതിൽ നിന്ന് സാമ്പാർ വയ്ക്കാൻ 2 കായ് ഞാൻ തോട്ടിയൊക്കെ കെട്ടി എടുത്തിട്ട് പോയതാണ് കേട്ടോ. പിന്നെ വാഴ വെട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള വാഴക്കൊല പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് പുട്ടും പഴവും തന്നെയായിരിക്കും. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വാഴയുടെ ചുണ്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ചുണ്ട് നേരത്തെ ഒടിക്കേണ്ടതായിരുന്നു, ഒടിച്ചെടുത്തില്ല. അപ്പോൾ ഇപ്പോഴേലും കൊണ്ട് കറി വയ്ക്കാം. പിന്നെ വാഴപ്പിണ്ടിയും കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനിട്ട് വെക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഉണക്കമീൻ ഇട്ടായാലും നമുക്ക് ചാറ് വെക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് തോരൻ വെക്കാനും ഒക്കെ വാഴപ്പിണ്ടി നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടെങ്കിൽ തലമുടി വരെ ദഹിക്കും ഇത് കഴിച്ചാലെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ വാഴക്കൊല വെട്ടുമ്പോൾ ഒക്കെ നമ്മളിത് എടുക്കാറുണ്ട്. നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ വാഴയായതുകൊണ്ട് നമ്മളിത് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. ഇതുപോലെ നമ്മുടെ പറമ്പും കാര്യങ്ങളുമാണോ അതെയോ ചെടിയും കാര്യങ്ങളും മാത്രം കാണിക്കുന്നതാണോ ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്ന കൂടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കല്ലേ കേട്ടോ.